PV Anwar രാജിവെച്ച സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാകുമ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആരൊക്കെയാണ് നിലമ്പൂരിൽ നേർക്കുനേർ പോരടിക്കുവാൻ പോകുന്നതെന്ന ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. ആദ്യം കോൺഗ്രസിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നു എന്ന വാർത്തയ്ക്ക് തൊട്ടുപിന്നാലെ PV Anwar എതിർപ്പറിയിക്കുന്നു. PV Anwar ഇനി UDF-നോടൊപ്പം നിന്നെങ്കിൽ മാത്രമേ UDF-ന് വിജയം കുറച്ചുകൂടി ആഴത്തിൽ ഉറപ്പിക്കുവാൻ കഴിയൂ എന്ന സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ കൊണ്ട് ചെക്കുവെക്കുന്നു. കാരണം LDF-ന്റെ സ്ഥാനാർത്ഥി LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവമുഖമായ M സ്വരാജാണ്. M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും നേർക്കുനേർ പോരടിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഏറുകയാണ്. BDJS സ്ഥാനാർത്ഥി ആയിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുവാൻ പോകുക എന്ന ചില സൂചനകൾ പുറത്തുവരുന്ന സാഹചര്യത്തിന് മുമ്പ് BJP അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള ചില വാർത്തകളും വന്നിരുന്നു. ഇപ്പോൾ ഇതാ BJP തന്നെ നേരിട്ട് മത്സരിക്കണമെന്ന ആവശ്യം ചില പ്രാദേശിക നേതാക്കന്മാർ മുമ്പോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ BJP-യുടെ ഒരു യുവമുഖം BJP സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുവാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പുറത്തു വരുന്നത്. ഈ സൂചന ശരിയാണ് എങ്കിൽ BJP അവിടെ കളം പിടിക്കുവാൻ കഴിയുന്ന കരുത്തനായ ഒരു യുവ നേതാവിന് ഇടം കൊടുക്കുകയാണ് എങ്കിൽ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള ഒരു ഇടമായി മാറും നിലമ്പൂർ. കാലങ്ങളായി UDF അടക്കി പിടിച്ചിരുന്ന കോട്ടയായ നിലമ്പൂരിലേക്ക് 2016-ലും 2021-ലും തുടർച്ചയായി വിജയം കൊണ്ടുവന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV Anwar-ന് ശേഷം പാർട്ടി സ്വന്തം ചിഹ്നത്തിൽ M സ്വരാജിനെ കളത്തിലിറക്കുമ്പോൾ ആ കളത്തിനെ മാറ്റുകൂട്ടുവാൻ BJP-യുടെ യുവമുഖമായി BJP-യിലെ ഏറ്റവും കരുത്തനായ യുവ നേതാവ് യുവരാജ് ഗോകുലിനെ കളത്തിലിറക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. BJP-യുടെ ഇന്റലക്ച്വൽ സെൽ സ്റ്റേറ്റ് കോർഡിനേറ്ററായ യുവരാജ് ഗോകുൽ രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും ത്രികോണ മത്സരത്തിന് കളമായി മാറുന്ന നിലമ്പൂരിൽ ആരായിരിക്കും വിജയിക്കുക എന്ന അങ്ങനെ എളുപ്പത്തിൽ പറയാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെയുള്ളത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കടമ്പ ഒന്നുകൂടി മറികടക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നു. ഇടതുപക്ഷത്തിന് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്തു വില നൽകിയും വിജയിച്ചേ മതിയാകൂ എന്നതിൻ്റെ മറ്റൊരു മുഖമാണ് M സ്വരാജിനെ തന്നെ കളത്തിലിറക്കിയത്. M സ്വരാജിനെ ഇത്ര താമസിച്ച് തീരുമാനിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ഷാഫി പറമ്പിൽ MP അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കുമ്പോൾ KR മീര പറയുന്നത് കോൺഗ്രസുകാർ വിളിച്ചു വരുത്തിയ നേതാവാണ് M സ്വരാജ് എന്നാണ്. എന്തായാലും M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും നേർക്കുനേർ പോരടിക്കുന്ന നിലമ്പൂരിലെ രാഷ്ട്രീയ പോർക്കളത്തിലേക്ക് BJP ഇതാ ഒരു യുവമുഖത്തെ ഇറക്കുവാൻ പോകുന്നു എന്ന സൂചന സജീവമാകുന്നു. BJP-യുടെ സ്ഥാനാർത്ഥിയായി യുവമുഖമായ യുവരാജ് ഗോകുൽ എത്തുന്നെന്ന സൂചന കൃത്യമാണ് എങ്കിൽ കടുത്ത പോരാട്ടത്തിന് കളമൊരുങ്ങുവാൻ പോകുന്നു നിലമ്പൂരിൽ എന്ന് വേണം മനസ്സിലാക്കാൻ.